F3 മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു പിസ്സയാണ്, ഒരു ചിക്കൻ പിസ്സ. നമുക്കിത് ഓവൻ ഉപയോഗിച്ചും ചെയ്യാം, പിന്നെ പാൻ ഉപയോഗിച്ചും ചെയ്യാം. നമ്മളിത് ഓവനിലാണ് ചെയ്യുന്നത്. ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് മൈദയ്ക്ക് ഉപ്പ് ആവശ്യത്തിന്, ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാര, 1/2 കപ്പ് വെള്ളം, ഇളം ചൂടുള്ള വെള്ളമാണ്, ഒരു 3/4 ടേബിൾ സ്പൂണോളം ഈസ്റ്റും എടുത്തിട്ടുണ്ട്. ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് നമുക്ക് ആ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ്, പഞ്ചസാര. ഇളം ചൂടുള്ള വെള്ളമാണെങ്കിൽ ആ ഈസ്റ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അതിനാണ് നമ്മൾ ഇളം ചൂടുള്ള വെള്ളം എടുത്തിരിക്കുന്നത്. ഇനി പഞ്ചസാരയും ഉപ്പും എല്ലാം നല്ലപോലെ അലിയുന്നിടം വരെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഈ ഈസ്റ്റ് മിക്സ് അല്പാൽപമായിട്ട് നമ്മുടെ മൈദയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഒന്നിച്ചൊഴിച്ചു കൊടുക്കരുത്, നമുക്ക് കറക്റ്റ് പരുവ് അറിയണം. അതുകൊണ്ട് അല്പാൽപമായിട്ടേ ചേർത്ത് കൊടുക്കാവൂ. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ കൈയെല്ലാം ഒട്ടി പിടിക്കാതിരിക്കാൻ നമ്മൾ ഒരു കാര്യം ചെയ്യണം. ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും നമ്മൾ ഒരു സ്പൂൺ നമ്മുടെ കയ്യിലൊന്ന് നല്ല വൃത്തിയായിട്ട് പറ്റിപ്പിച്ചേക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കയ്യിൽ അതധികം ഒട്ടത്തില്ല. ഈ നമ്മൾ ഈസ്റ്റ് കലക്കിയ വെള്ളം അത്രത്തോളം പോരാന്നുണ്ടെങ്കിൽ നമുക്കൊരു ശകലം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാടാവരുത്. എന്നിട്ട് നല്ല വൃത്തിയായിട്ട് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട്, നല്ല വൃത്തിയായിട്ട് എല്ലാ ഭാഗവും നല്ലപോലെ നമ്മൾ നല്ല പ്രസ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ പൊങ്ങാനായിട്ട് വയ്ക്കണം. നമുക്കിനി ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം. ഞാനൊരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് കവർ ചെയ്ത് വെക്കുന്നത്. നമുക്ക് നനഞ്ഞ തുണി വെച്ചിട്ട് വേണമെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ്. നമ്മുടെ മാവിൻ്റെ മുകൾ വശം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഞാനിതിലേക്ക് ഒരു 2-3 ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതാണ്, സേഫ്റ്റി പിൻ വെച്ച്. ഇനി നമുക്ക് പിസ്സ സോസ് തയ്യാറാക്കാം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണിത്. പിസ്സ സോസും ചീസും എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയാണ് എടുക്കുന്നത്. ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കുന്നില്ല. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ശകലം വെള്ളം അടുപ്പത്ത് നല്ലപോലെ തിളയ്ക്കാൻ വെക്കണം. നല്ല വെട്ടി തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ആദ്യം ഈ 3 തക്കാളിപ്പഴങ്ങൾ ചേർത്ത് കൊടുക്കണം. ഇത് ഒരു 2 മിനിറ്റ് നമുക്കിനി അടച്ചു വെച്ച് വേവിക്കണം. അതിന് 2 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. അതിൻ്റെ എല്ലാം തൊലി വിട്ട് വരുന്നൊരവസ്ഥയിലാണ് ഉള്ളത്. അത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി തണുപ്പിക്കാൻ വെക്കണം. ഇത് നല്ലതുപോലെ തണുത്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെ ഈസി ആയിട്ട് ഇതിൻ്റെ തൊലി ഇളകി വരും. നമുക്കതിൻ്റെ തൊലി എല്ലാം ഇളക്കി മാറ്റിയതിന് ശേഷം ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് മിക്സിക്കകത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. അതിനുശേഷം നമുക്കൊരു പാൻ ചൂടാക്കണം. അതിലേക്ക് ഒരല്പം സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ചേർത്ത് കൊടുക്കുക. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ചേർത്ത് കൊടുക്കുക. അത് അത്യാവശ്യം വഴണ്ടി വരുന്ന സമയത്തേക്ക് നമ്മളൊരു 4-5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് നുറുക്കിയതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒരല്പനേരം വഴറ്റിയെടുക്കണം. ഒരു ചെറിയ ഗോൾഡൻ കളർ ആവുന്നിടം വരെയാണ് നമുക്കിത് വഴറ്റിയെടുക്കേണ്ടത്. അതിനുശേഷം ഞാനൊരു 1/2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഞാൻ ഗ്രീൻ കളറാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു, അതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മറ്റുള്ള കളറുകളൂടെ കിട്ടുവാണെങ്കിലും അതുകൂടെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കുക. അതിലേക്ക് 1 സ്പൂണ് ചില്ലി ഫ്ലേക്സ്, അതുപോലെ തന്നെ 1 സ്പൂണ് കുരുമുളക് പൊടിയും കൂടെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ശകലം കൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുകൊണ്ട് തന്നെ അത്യാവശ്യം എരി കിട്ടുന്നതാണ്. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കണം, നല്ലപോലെ വഴണ്ടി വരുന്നിടം വരെ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ടൊമാറ്റോ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കണം, നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം. അതിനുശേഷം നമ്മളിത് ഒരല്പനേരം അടച്ചു വെച്ച് വേവിച്ചെടുക്കണം.
ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1 സ്പൂൺ ചില്ലി പൗഡറും ഒരല്പം ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ രുചി കൂടുതൽ ഇഷ്ടമുള്ളവർ അതല്പം കൂടുതൽ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കണം. 2 മിനിറ്റോളം നമ്മൾ അടച്ചു വെച്ച് വേവിച്ചതാണ്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമുക്ക് ഈ സോസ് എണ്ണ തെളിഞ്ഞ് വരുന്ന പരുവത്തിനാണ് നമ്മളിത് എടുക്കുന്നത്. നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവൊന്ന് നോക്കാം. 4-5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാണ് നമ്മൾ. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രമാണ് എടുക്കുന്നത്. പിസ്സ പാൻ ഉള്ളവർ പിസ്സ പാൻ ഉപയോഗിക്കാവുന്നതാണ്. അതിലേക്ക് നമ്മൾ ഒരു ഇത്തിരി എണ്ണ തടവിയതിന് ശേഷം നമ്മുടെ മാവ് അതിലേക്ക് വെച്ച് പരത്തിയെടുക്കണം. എല്ലാ ഭാഗങ്ങളും ഒരേ വീതിക്ക് വേണം, ഒരേ തിക്നെസ്സിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. ചിലയിടം കൂടുതൽ പ്രസ് ചെയ്ത് വെക്കരുത്. നമ്മളിതിൻ്റെ എഡ്ജസ് എല്ലാം നല്ലതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കണം. കാരണം നമ്മുടെ ചീസും മറ്റ് ഫില്ലിങ്സും എല്ലാം അതിനകത്ത് തന്നെ ഇരിക്കണം. നമ്മൾ സാധാരണ കണ്ടിട്ടില്ലേ പിസ്സയുടെ എഡ്ജസ് എല്ലാം റൗണ്ടായിട്ട് ഒരു നല്ല തിക്കായിട്ടാണ് എഡ്ജ് വരുന്നത്. അതുപോലെ വേണം, ആ ഷേപ്പിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. അതിനുശേഷം നമുക്ക് ഈ ഫോർക്ക് വെച്ച് ഇതുപോലെ നന്നായിട്ട് ഒന്ന് കുത്തി കൊടുക്കണം. നമ്മുടെ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ ഇടുകയാണ്. 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റാണ് നമ്മൾ പ്രീഹീറ്റ് ചെയ്യുന്നത്. ആ സമയം നമ്മുടെ പിസ്സ ബേസിലേക്ക് നമുക്ക് നമ്മുടെ പിസ്സ സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിസ്സ സോസ് പിസ്സയുടെ എല്ലാ എഡ്ജസ് ഒഴികെ ബാക്കി എല്ലാ ഭാഗങ്ങളിലും നല്ല വൃത്തിയായിട്ട് ഒരുപാട് കട്ടി ഇല്ലാതെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം. അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസ് ഇട്ട് കൊടുക്കുകയാണ്. ചീസിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. എത്രത്തോളം ചീസ് ഇടാവോ അത്രത്തോളം നന്നായിട്ട് നമ്മുടെ പിസ്സ കിട്ടുന്നതാണ്. നല്ല വൃത്തിയായിട്ട് എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. ചീസ് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്ന വെജിറ്റബിൾസിൻ്റെ കളറാണ് നമ്മുടെ പിസ്സയ്ക്ക് ഏറ്റവും കൂടുതൽ ഭംഗി തരുന്നത്. ഇതിൽ ഗ്രീൻ കളറിന് വേണ്ടിയിട്ട് ഞാൻ ക്യാപ്സിക്കവും റെഡ് കളറിന് വേണ്ടി നല്ല പഴുത്ത തക്കാളിപ്പഴങ്ങളുമാണ് എടുത്തിരിക്കുന്നത്. തക്കാളി എടുത്തിട്ട് അതിനകത്തെ അരിയും അതിൻ്റെ ആ മാതളവും കളഞ്ഞതിന് ശേഷം പുറംതോട് മാത്രമാണ് നമ്മൾ ഇതിന് വേണ്ടി എടുക്കുന്നത്. ഇങ്ങനെ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞാണ് ഞാൻ എടുത്തത്. അതേസമയം നിങ്ങൾക്ക് ക്യാപ്സിക്കത്തിൻ്റെ യെല്ലോ കളറും റെഡ് കളറും കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും നിങ്ങളുടെ പിസ്സ കാണാൻ. നമുക്കിതിപ്പോൾ അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്. ഇതിലേക്ക് ഞാനൊരു കുറച്ച് പീസ് സവാള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ചിക്കൻ വറക്കുന്നത് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർത്താണ് നമ്മൾ ഈ ചിക്കൻ വറുത്തെടുത്തിരിക്കുന്നത്. അതും എല്ലില്ലാതെ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് വേണം നമ്മൾ ചിക്കൻ എടുക്കാൻ. അത് നമ്മുടെ പിസ്സയുടെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ നിരത്തി വെച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു ലെയർ ചീസ് കൂടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ബാക്കിയിരിക്കുന്ന കുറച്ച് വെജിറ്റബിൾസ് ഇതിൻ്റെ അടുത്ത ലെയറായിട്ട് വെച്ച് കൊടുക്കണം. കാരണം പിസ്സ വെന്ത് വരുമ്പോൾ ഏറ്റവും ടോപ്പിൽ കുറച്ച് വെജിറ്റബിൾസ് മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇനി ഇതിലേക്ക് നമുക്കിവിടെ ബാക്കിയിരിക്കുന്ന ചീസ് ഫുള്ള് നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ലെയറായിട്ട് തന്നെ ഇത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമ്മുടെ പിസ്സ കിട്ടുമ്പോൾ ഈ ചീസ് ഒരുക്കി നല്ല ഭംഗിയായിട്ടിരിക്കത്തുള്ളൂ. ഇനി അതിലേക്ക് നമ്മുടെ ചില്ലി ഫ്ലേക്സ് വിതറി കൊടുക്കുക. നല്ല ഫുള്ളായിട്ട് വിതറി കൊടുക്കണം. അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മുടെ ചിക്കൻ പിസ്സ റീഹീറ്റഡ് ആയിട്ട് കിടന്ന് നമ്മുടെ ഓവനിലേക്ക് വെക്കുകയാണ്. നമുക്കിനി ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റോളം വേണം നമുക്കിത് ബേക്ക് ചെയ്ത് കിട്ടാൻ. നമ്മുടെ ചീസൊക്കെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. ചീസൊക്കെ മെൽറ്റായി വരികയാണ്. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പുറത്തേക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ പിസ്സ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ചീസ് എല്ലാം മെൽറ്റായി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മണമാണ് വരുന്നത്. നമുക്കിനി ഇത് കട്ട് ചെയ്ത് കഴിക്കാം. അതുപോലെ നമുക്ക് ഈ ഓവനിൽ ചെയ്തതിൻ്റെ കൂട്ട് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓവൻ ഇല്ലാത്തവർക്ക് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഫ്രൈ പാനിൽ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. വേവിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ വ്യത്യാസം വരുമെന്നുള്ളതേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റിയാണ്.